ആഹാ, ആളുടെ ചിരി കണ്ടില്ലേ? ഇന്ന് ആളുടെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. ഇവാനയുടെ 10ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ ആണ്. എല്ലാവരോടും കൈയടിക്കടാ എന്നും പറഞ്ഞ് ആൾ കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ. ബർത്ത്ഡേ വ്ളോഗ് ഫുള്ളായിട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിന് തിരക്ക് കാരണം കൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഫോണിലെടുത്ത കുറച്ച് ക്ലിപ്പുകളാണ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവാനയുടെ ഓരോ ബർത്ത്ഡേയും ഞാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് അടിപൊളി ഫ്രോക്കൊക്കെ ഇടിയിപ്പിച്ച് ഓരോ പ്രാവശ്യം ഓരോ തീമിലൊക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ആൾ വലുതാകും തോറുവേ ഞാൻ ഒരു തവണ ജീൻസ് ഇടിയിപ്പിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ആൾക്ക് ഫ്രോക്ക് വേണ്ട, ജീൻസ് ടോപ്പ്. ഫ്രോക്ക് ഇട്ടാൽ കുത്തിക്കൊള്ളും, ചൂടെടുക്കുമെന്നൊക്കെയാണ് ഇവാന് പറയാറ്. കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്കും ഇത് തന്നെയായിരുന്നു അവസ്ഥ, ജീൻസും ടോപ്പും. എവിടെയെങ്കിലും പോകാനിറങ്ങുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ള മെയിൻ യുദ്ധം എന്ത് ഇടും എന്നതിനെ പറ്റിയാണ്. ഞാൻ ഇവാനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കിഡ്സിൻ്റെ ഡിജിറ്റൽ ക്യാമറയാണ്. അതുകൂടാതെ ഇവാനിക്ക് ഒത്തിരി ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളതെല്ലാം തുറന്നു നോക്കുകയാണ്. ഇവാനിക്ക് ഏറ്റവും ഇഷ്ടം ഇതുപോലുള്ള ക്രാഫ്റ്റ് ഐറ്റംസ്, സ്റ്റിക്കറുകൾ, കളർ പെൻസിൽ ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. ആൾ കുറേ നാളായിട്ട് എന്നോടൊരു കുടുക്ക ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള കുടുക്കയും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡ്രസ്സും ചോക്ലേറ്റ്സും കളേഴ്സും സ്റ്റിക്കേഴ്സും അങ്ങനെ എല്ലാം അവൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ആൾ ഓപ്പൺ ചെയ്ത് നോക്കി. ഇപ്രാവശ്യം എന്ത് തീം വേണമെന്നുള്ളതും നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വർഷം നമ്മളൊരു ബട്ടർഫ്ലൈ തീമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡെക്കറേഷനുള്ള ഐറ്റംസൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവാനിക്ക് ഒരു നല്ല അടിപൊളി ബർത്ത്ഡേ ഫ്രോക്ക് ഇടിയിപ്പിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ ആൾ സമ്മതിച്ചില്ല. അതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട്. പിന്നെ ബർത്ത്ഡേ ഗേളിൻ്റെ കംഫർട്ടെല്ലാം നമ്മൾ നോക്കണ്ടേ, അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് സമ്മതിച്ചു. ഇവാനയുടെ ബർത്ത്ഡേ കേക്ക് എല്ലാ വർഷവും ഞാൻ ചെയ്യിപ്പിക്കുന്നത് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള രേഷ്മനെ കൊണ്ടാണ്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എല്ലാ കേക്കും, ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ, വെഡ്ഡിങ് കേക്ക്, നമ്മൾ എന്ത് പറഞ്ഞാലും അതതുപോലെ തന്നെ ആൾ ചെയ്തു തരാറുണ്ട്. നമ്മുടെ എന്ത് ഐഡിയാസ് നമുക്ക് ഓപ്പണായിട്ട് പറഞ്ഞ് ആൾ ഭയങ്കര കംഫർട്ടായിട്ട് നമുക്ക് എന്ത് പരിപാടിക്ക് കൊടുത്താലും രേഷ്മ ചെയ്തു തരാറുണ്ട്. രേഷ്മയ്ക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, എക്സ്ട്രീം കേക്ക്സ് ബൈ രേഷ്മ എന്നാണ്. അപ്പോൾ അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾ ചെയ്ത എല്ലാത്തിൻ്റെയും വീഡിയോസും ഫോട്ടോസും അതിലുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജിൻ്റേത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഇവാനയുടെ ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഇത്തവണത്തെ ബർത്ത്ഡേ സെലിബ്രേഷനും അടിപൊളിയായി.